20 മാസത്തെ അടവാണെങ്കിൽ കൊണ്ടുപോകും ചെയ്യാം. 5 ലക്ഷം രൂപ മാർക്കറ്റിൽ വില ഉള്ള വണ്ടിയാണ്. 4.5 ലക്ഷം രൂപക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കും. ഒരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 75,000 വണ്ടി, 75,000 ഇറക്കാം. അതും നമുക്ക് ഒറിജിനൽ കേരള വണ്ടി, നല്ല ക്വാളിറ്റി, നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്നൊരു വേണം അല്ലേ. ലാസ്റ്റ് ഒരു 9 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 9 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 50,000 ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ഉണ്ടോ നമുക്ക് ഈ ഒരു നല്ല മൈലേജും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഈ അടിപൊളി വാഹനം കൊണ്ടോ വണ്ടി ഒരു 50,000 ഉണ്ടെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. ഇതിന് 13.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വില ഉള്ള വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് 12 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചിട്ട് സ്പെഷ്യൽ റേറ്റിൽ ഒരു 2 വീൽ ഓട്ടോമാറ്റിക്കില് ഒരു പൊളി വണ്ടി, അതും ഫുൾ ഹിസ്റ്ററിയൊക്കെ പക്കായിട്ടുള്ള ഒരു ഫോർച്യൂണർ. വീണ്ടും നമ്മൾ നല്ലൊരു ഗംഭീരമായ കളക്ഷൻ ആയിരുന്നു ടെൻസ് ഡ്രൈവിലാണെന്ന് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് അത്യാവശ്യം പ്രീമിയം ലെവലിൽ ഫോർച്യൂണറുകൾ, നല്ല മൈലേജ് കിട്ടുന്ന ഒത്തിരി ഡീസൽ കാറുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ല ഡീസൽ കാറുകളൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ടെൻസ് ഡ്രൈവിൽ അവൈലബിൾ ആണ്. കൂടെ ഇന്ന് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നസിഹാണ്. നസിഹ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, വണ്ടൂരാണല്ലേ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ടെൻസ് ഡ്രൈവിന്റെ? മലപ്പുറം വണ്ടൂര് ചെറുകോട് 28. യെസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല കളക്ഷൻസ് ഫുൾ ഓണൊക്കെ നമുക്ക് വാഹനങ്ങൾ ഉണ്ടല്ലോ അല്ലേ. ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, അപ്പോൾ നമുക്ക് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഡെയിലി യൂസിന് ഏകദേശം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് SUV ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഹോണ്ടയുടെ WRV, അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന, ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന നല്ലൊരു അടിപൊളി വാഹനം. ഇതിന് മൈലേജ് നമുക്ക് കമ്പനി ഏകദേശം എത്രയാണ് പറയുന്നത്? 24 കമ്പനി പറയുന്നുണ്ട്, ഒരു 22 ഒക്കെ എന്തായാലും. അപ്പോൾ ലോങ് ഡ്രൈവിൽ ഏകദേശം 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും സേഫ്റ്റിയും യാത്രാ കംഫർട്ടും സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. 9-inch ടച്ച് സ്ക്രീന്, എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെ കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് 7 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. 7 ലക്ഷം രൂപ ഫൈനൽ. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? ഇത് 2018 മോഡൽ. 2018 മോഡല്. അത് നമുക്ക് ഫൈനൽ 7 ലക്ഷം രൂപ. 7,000 രൂപ ചോദിക്കണ്ട്, 7 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ഉണ്ടോ നമുക്ക് ഈ ഒരു നല്ല മൈലേജും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഈ അടിപൊളി വാഹനം കൊണ്ടോ. ഇത് നമ്മളെല്ലാവരുടെയും ജനപ്രിയ മോഡലാണ് നമ്മുടെ സ്വന്തം സ്വിഫ്റ്റ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈലേജ് 20+ മൈലേജ്, 20-ന് മുകളിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത് നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു മോഡലൊക്കെ വരുന്നത്? 2012 മോഡൽ. 12 ആണ്. നമുക്ക് 9-inch ടച്ച് സ്ക്രീന്, പവർ ഡോർസ്, 4 ഡോർ പവർ വിൻഡോ, ആൻഡ്രസ്റ്റ് കാര്യങ്ങൾ, നല്ല ക്വാളിറ്റിയിലുള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,30,000 ഫുൾ കമ്പനി സർവീസ്. മാസ് സർവീസ് ഒക്കെ കഴിഞ്ഞതാണോ? അതെ. ചേഞ്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? നമ്മൾ ലാസ്റ്റ് നമുക്ക് 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടണം. 3 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ റേറ്റ് കൈ കിട്ടുന്ന നെറ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഒരു 50,000 ഉണ്ടെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. മൈക്ര, നിസാന്റെ മൈക്ര. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റനൻസ് കുറവായിരിക്കും. ഒരു 15-16 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? എക്സൽ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, അഡീഷണൽ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിന് 2.25. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ 75,000 രൂപ വണ്ടി ഇറക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഇത് നമുക്കൊരു ഹുണ്ടായുടെ ഐട്ടൺ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. ഏതായിരുന്നു മോഡലൊക്കെ വരുന്നത്? ഇത് 2012 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല ബോഡി ക്വാളിറ്റിയും നല്ല അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. പെട്രോൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 15-16 ഒക്കെ അല്ല, അത്യാവശ്യം ബോഡി വെയിറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മൈലേജ് ഇല്ല. പക്ഷെ മെയിൻ്റനൻസ് പൊതുവെ കുറവായിരിക്കും. നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. എത്ര ചോദിക്കുന്നത് ഇതിന്? 1.75 ചോദിക്കുന്നുണ്ട്. 1.60 ലാസ്റ്റ് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ഇതൊരു 50,000 ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റൂല. ഇത് നമുക്ക് വാഗ്നർ സ്റ്റിംഗ്ര ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. നല്ല അടിപൊളി കളറ് കാര്യങ്ങള്, നല്ല കിടിലൻ അലോയി ഒക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനം. സ്കേറ്റിംഗ്
ഫിറ്റിങ്ങും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡൽ VXi. അതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? അതെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 73,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ. ഓൺഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ്. ഇതൊക്കെ നോക്കി ഫുൾ കമ്പനി ഫിറ്റിംഗ്സിലാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കപ്പ് ഹോൾഡേഴ്സ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു കിടിലം വണ്ടിയില്ല. അതെ. നമ്മള് ചോദിക്കുന്ന ലാസ്റ്റ് റേറ്റ് 3.15 ചോദിക്കുന്നുണ്ട്. ഒരു 3 രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. ഒരു എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഒരു 50,000 റുപ്യ. 50,000 രൂപയിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത നമുക്ക് ഇടയിൽ ഒരു അടിപൊളി വാഹനം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. മാരുതിന്റെ ബ്രസ. അതൊരു അത് വേണ്ട. എല്ലാവരും ഏത് ജനറേഷൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പെട വാഹനമാണ് ഫോർച്യൂണർ. എത്ര ഫോർച്യൂണർ വരുന്നുണ്ട് ഇവിടെ 2 ഫോർച്യൂണർ. 2 ഫോർച്യൂണർ, ഒരു സിൽവർ, ഒരു വൈറ്റും. അതെ. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 2 വീൽ ഓട്ടോമാറ്റിക്. 2013 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 95 ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററൊക്കെ പക്കയാണ്. ഫുൾ പക്ക. നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. തട്ടിയിട്ട് റീപ്ലേസ് ആയതല്ല. ഓക്കെ. നമുക്ക് അതിനൊക്കെ ഗ്യാരണ്ടി പറയാലോ. ഇത് കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വാഹനമാണ്. അപ്പൊ നമ്പർ ആക്കിയിട്ടുള്ള ഓഫർ ബേസ് ആണ് SEV പറയുന്നത്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇതിന്? 13.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് 12 ലക്ഷം രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചിട്ട് സ്പെഷ്യൽ റേറ്റിൽ ഒരു 2 വീൽ ഓട്ടോമാറ്റിക്കില് ഒരു പൊളി വണ്ടി, അതും ഫുൾ ഹിസ്റ്ററൊക്കെ പക്കായിട്ടുള്ള ഒരു ഫോർച്യൂണർ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ 10 ലക്ഷം രൂപ വരെ. 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ഞാനൊരു സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2011 4x4. 2011 4x4. അപ്പൊ 2 വീൽ വേണ്ടവർക്കും ഉണ്ട്, 4 വീൽ വേണ്ടവർക്ക് 4 വീലും ഉണ്ട്. ടൈപ്പ് 2 കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല പൊളിയാണ്. ഇത് നമുക്ക് മാനുവലില് 4x4 2011 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1.42 ഓടിക്കണം. ഹിസ്റ്ററിയൊക്കെ പക്കയാണോ? ഓക്കെയാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? നമ്മള് 9.5 റുപ്യ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 9 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 9 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 10 ലക്ഷത്തിന് താഴെ, അതായത് 9 ലക്ഷത്തിന് നല്ലൊരു ബഡ്ജറ്റില്, അതും 4x4 ഒരു ഫോർച്യൂണർ. ലോണ് നമുക്ക് സൗകര്യം ഉണ്ടാവുക? ലോൺ സൗകര്യം നമുക്ക് ഉണ്ട്. ലോണും ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടല്ലോ. അടുത്തൊരു ചെറുവാഹനാണ് സാൻഡ്രോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2013 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് നോക്കുമ്പോ മോഡൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 1.75 ചോദിക്കുന്നുണ്ട്. 1.65 ലാസ്റ്റ് കൊടുക്കാം. 10 രൂപ. നമ്മള് എല്ലാത്തിനും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വില കുറച്ചിട്ടുണ്ട്. പെരുന്നാൾ ഓഫറാണ്. പെരുന്നാൾ വലിയ പെരുന്നാൾക്കുള്ള ഒരു ഓഫർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? നമുക്ക് 1 ലക്ഷം രൂപ ലോൺ ചെയ്തു. 1 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ സ്വിഫ്റ്റ് പരിചയപ്പെടുന്നു. ഇത് ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളർ കൂടിയാണ് ഈ ഒരു കളർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2020 മോഡല്. ഇത് 2023 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഡോൾജെറ്റ് വിവിറ്റിന്റെ നമുക്ക് ആ ഒരു മോഡലിലെ ബമ്പർ, പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ മൊത്തത്തില് നമ്മള് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മള് പിന്നെ ഒരു ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് 2023 ZXi കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് എല്ലാം കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല? 5,80,000 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 5.80 ഫൈനൽ റേറ്റ്. 6 ലക്ഷം റുപ്യ ഇൻഷുറൻസ് IDV ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 20 റുപ്യ ഒരു മാസത്തെ അടവ് വേണമെങ്കിൽ കൊണ്ടുപോകും ചെയ്യാം. മോഡൽ ഒരു വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2019 VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് ഡോൾ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 5.30. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 75,000 റുപ്യ വണ്ടി ഇറക്കാം. ഡെയിലി യൂസിന് മൈലേജും കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു കിഡൻ സിറ്റി വരുന്നുണ്ട്. ഡീസൽ തന്നെയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷന് അഡീഷണൽ ആയിട്ട് നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 1.5 ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അധികം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയ വണ്ടിയാണ്. എത്ര? 4 ടയർ പുതിയത്, സീറ്റ് കവർ, അതുപോലെ തന്നെ അലോ വീൽസ്,
സ്കേറ്റിങ് എല്ലാം ചെയ്ത വണ്ടി. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഈ വണ്ടിക്ക് 5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ്. 4.5 ലക്ഷം രൂപക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കും. ഒരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുൾ ഓണിൽ ഇറക്കാം. മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത് നമുക്ക് മാർക്ക് പ്രൈസിനേക്കാൾ 50,000 രൂപ കുറച്ചിട്ട്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്, ഹൈബ്രിഡ് ആണ്. 2022 മോഡൽ. 22 ഹൈബ്രിഡ്. സിംഗിൾ ഓണർ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 61,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്. ഇസ്റ്ററൊക്കെ എല്ലാം പക്കയാണ് വരുന്നത്. ഗ്യാരണ്ടി വണ്ടി. ഗ്യാരണ്ടി നമുക്ക് 100% ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ്, അത്യാവശ്യം ടയേഴ്സ്, AC, ഫാസ്റ്റ് സ്റ്റിയറിംഗ്, ഫോർഡ് പവർ വിൻഡോസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഹൈബ്രിഡിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇത് 9.5 ലക്ഷം രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. ഫൈനൽ 9 ലക്ഷം രൂപ. 9.60 ആസ്ക് ചെയ്യുന്നത്. 9.5 ചെയ്യാം. ഒരു 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. മാരുതി എസ്ക്രോസ് അല്ല? അതെ. മാരുതിയിൽ നമുക്ക് SUV ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു ഫസ്റ്റ് ജെൻ എസ്ക്രോസ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 ഡെൽറ്റ ഓപ്ഷൻ. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ്. 90,000 കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെ. പെർഫോമൻസ് വരുന്നുണ്ട്. ഇത് ഹൈബ്രിഡ് ആണോ വരുന്നത്? അല്ല, ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇത് ഈ ഒരു എഞ്ചിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. എത്ര നമ്മൾ ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? നമ്മൾ 6.10 ചോദിക്കുന്നുണ്ട്. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു SUV ഉണ്ടാവും. ഡീസൽ വണ്ടി ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് നമുക്ക് ഈ വാഹനം ഇറക്കും ചെയ്യാം. അതെ. ഇത് നമുക്ക് വീണ്ടും നമുക്ക് നല്ല മൈലേജും അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കുറവൊക്കെ ഉള്ള ഒരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടയോട്ട എത്തിയോസ്. സെഡാന് ഡീസൽ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2016 മോഡൽ ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള വണ്ടിയാണ്. പാറ്റേൺ ടൈപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1.5 ഫുൾ കമ്പനി സർവീസ്. ന്യൂ ഷേപ്പ് ആട്ടോ വണ്ടി. ഹിസ്റ്ററൊക്കെ പക്കയാണ് വണ്ടി. ഫുൾ പക്ക. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 5.60 ചോദിക്കുന്നുണ്ട്. ഒരു 5.15 ലാസ്റ്റ് കൊടുക്കുക വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം? ഈ വണ്ടി നമുക്കൊരു 70,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 70,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല? അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുപോകാം. Audi Q3. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2013 Audi Q3. സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി. അതെ. നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാം. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതും നമുക്ക് സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയല്ല വണ്ടി വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നല്ല പൊളിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടിയിൽ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ. ഇത് അതർ സ്റ്റേറ്റ് ആണ്, കേരള വണ്ടിയാണ്. രജിസ്ട്രേഷൻ നമ്പർ ആണ്. നിലവിൽ നമുക്ക് നിലമ്പൂർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മാക്സിമം ലോണും ചെയ്യാലോ. വീണ്ടും ആ ഒരു ഡീസൽ സിറ്റി. നമുക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു വൈറ്റ് സിറ്റി. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2014 മോഡല്, സിംഗിൾ ഓണർ. 2014. അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു വാഹനം അല്ല? 1.20 ഓട്ടം. തുറക്കാൻ കഴിയൂട്ടോ. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ബോഡി ക്വാളിറ്റിയും യാത്രാ കംഫർട്ടും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഹിസ്റ്ററി ഒക്കെ ഫുൾ അവൈലബിൾ അല്ല? ഫുൾ കമ്പനി സർവീസ്. അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1.20 അല്ലേ? ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ് റെസ്റ്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിയർലി AC വെന്റ്, അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5.30 ചോദിക്കുന്നുണ്ട്. 5.20 ലാസ്റ്റ് കൊടുക്കാം. 5.30 ലാസ്റ്റ്. 5.10 കൊടുക്കാം. 10 കൊടുക്കുക. 5.10 ഫൈനൽ റേറ്റ് ഇല്ല? നമുക്ക് ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി ഒരു 75,000 വണ്ടി. 75,000 ഇറക്കാം. അതും നമുക്ക് ഒറിജിനൽ കേരള വണ്ടി, നല്ല ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനം അല്ല? ദെൻ വീണ്ടും നമുക്ക് നേരത്തെ ഒരു സ്വിഫ്റ്റ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. വീണ്ടും ഒരു സെയിം കളറിലുള്ള ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2020 VXI സെക്കൻഡ് ഓണർ, 76,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. 2019 വരെ ഡീസൽ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് 2020 പെട്രോൾ ഓട്ടോമാറ്റിക്. അതും നമുക്ക് 76,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 6.60. 6.60. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും ചെയ്യാം. അപ്പൊ അതൊരു ഫൈനൽ റേറ്റ് എല്ലാം വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കും ചെയ്യാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിലായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്.
ഒത്തിരി വാഹനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് നെസിക്ക് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അല്ലേ? പെരുന്നാളിന് വേണ്ടിയിട്ട് അടിപൊളി ഓഫ് റേറ്റിനാണ്, മാക്സിമം നല്ല ട്രാക്ക് കണ്ടി ഫുൾ ഓണൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ചെറുകോട് 28ലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് NSC സൈനിങ് ഓഫ്.